ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ആ ഒരു പേഴ്സൺ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതിൽ ഈ റീഡിംഗിൽ വരുന്ന മോട്ടിവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുൾ റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേദന ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ടോ? നിങ്ങൾ നഷ്ടമാകുന്നതിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? ഓക്കെ, രണ്ട് കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരെ വിട്ടു പോകുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടോ? അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടോ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടോ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ ദുഃഖമുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നതിൽ അവർ ദുഃഖിക്കുന്നുണ്ടോ, ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരുന്നത് 8 ഓഫ് സോഡ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് സോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കെയറിങ്ങും കണക്ഷനും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളറിയാതെ ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സ് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഓർത്ത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർ അമിതമായ ഒരു ഉത്കണ്ഠയിലും ടെൻഷനിലും ഒക്കെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർ ഇങ്ങനെ നിങ്ങളെ നോ കോണ്ടാക്റ്റിലും അതുപോലെ തന്നെ അവർ ജസ്റ്റ് വഴക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ അവരുടെ പുറകെ പോയിട്ട് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും അല്ലെങ്കിൽ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു കോംപ്രമൈസിലാക്കിക്കൊണ്ട് വന്നിരുന്നത് നിങ്ങളായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭയങ്കര ടെൻഷൻ ഉള്ളതായിട്ട് കാണുന്നു. അതെന്തുകൊണ്ടായിരിക്കാം എൻ്റെ പുറകെ വരാത്തത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തിയതിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയസിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ഉള്ള സമയങ്ങളിലൊക്കെ മുന്നം സമയങ്ങളിൽ ഇത്ര സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ സാഡ് ബീജിയമുള്ള സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ അവർക്ക് സോഷ്യൽ മീഡിയയിലും പുറമേയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അവരെ വളരെയധികം ടെൻസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവർക്ക് നിങ്ങളെ ഇനി കിട്ടുകയില്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണുന്നു. നിങ്ങൾ അവർക്ക് പോവുകയാണോ? ഇത്തരം ഫീലിങ്സ് അവർക്ക് തുടരെ ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ആണ്. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് എന്തോ തടസ്സമുള്ളത് പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള മറ്റ് മാർഗങ്ങൾ ഈ വ്യക്തി ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ഇവിടെ പക്ഷേ പല തടസ്സങ്ങൾ കാണുന്നു. അത് ചിലപ്പോൾ കുറച്ച് കാസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ എന്ത് തരത്തിലുള്ള തടസ്സങ്ങളായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യം എന്താണെന്ന് അറിയാമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യമായിരുന്നാലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയില്ല. അത്രയും ഒരു ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പിരിച്വൽ വേയിലൂടെയെങ്കിലും ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. നിങ്ങളെ അവരിലേക്കൊന്ന് അട്രാക്ട് ചെയ്ത് സ്പിരിച്വൽ വേയിലൊക്കെ പോയിട്ട് ഒന്ന് അട്രാക്ട് ചെയ്തെടുക്കാനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് നോക്കുകയാണ് അവർ. നിങ്ങൾ പരസ്പരം അത്രയും ഒരു കെയറിങ് ചെയ്യുന്ന വ്യക്തികളാണ്. ഈ വ്യക്തിയുടെ കെയറിങ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതായിരുന്നു. അത്രയും അവരൊരു സിൻസിയർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം. കാരണം കുറേ അധികം പ്രോബ്ലംസ് അതിനൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട് എന്നിവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ മനസ്സിൻ്റെ തന്നെ എല്ലാ കൺട്രോളും കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ആണ് ഇനി ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരതൊക്കെ വീണ്ടെടുക്കാനായിട്ട് അവരുടെ മാനസികമായ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വീണ്ടെടുത്ത് ഒന്ന് തിരിച്ചു വരാനായിട്ട് വളരെയധികം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അവർ ഒരുപാട് ഈ ഒരു സമയത്ത് അവർ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഉള്ളത് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് അവർ ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം ഇതിനു മുന്നേ വരെയൊക്കെ അവർ എല്ലാ കാര്യങ്ങളും ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് അതെല്ലാം അവർ മാറ്റിവെക്കുകയാണ്. അവർ ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുകയാണ്. ആ ഒരു രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷ അവർക്ക് മനസ്സിലായി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഒത്തിരി പ്രോബ്ലംസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിലുണ്ട്. കൂടുതൽ പേർക്കും ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാറി നല്ലൊരു രീതിയിലേക്ക് വരും, പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയത് പിന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവർക്ക് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇവർ ജസ്റ്റ് ഒരു ചെറിയ കാര്യത്തിന് ഇറങ്ങിയാൽ പോലും അതുപോലും നടക്കുന്നില്ല. നിങ്ങളോട് ആലോചിച്ച് നിങ്ങളുടെ അഡ്വൈസ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ഒരു പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നവർ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഫെയിലിയർ ആയി പോകുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർക്കൊരു തോന്നലാണ്. അതിൻ്റെ മുകളിൽ ഓവർ തിങ്കിങ് കൂടെ അവർ ചെയ്യുമ്പോൾ വളരെയധികം ടെൻസ്ഡ് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ലൈഫിൽ ഒരു ബാലൻസ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളെ നഷ്ടമാക്കിയ ആ ഒരു ഫീലിങ്സിൽ എന്ന് പറയുന്ന ആ ഒരു വിഷമം അവർ കാണുന്നത് അത്രയും നഷ്ടമാക്കിയത് ആ വ്യക്തി തന്നെയാണ് എന്നുള്ള രീതിയിൽ അവർ ആ ഒരു കുറ്റമൊക്കെ ഏറ്റെടുക്കുകയും ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുകയും അതുകൊണ്ട് അവർക്ക് ഒത്തിരി ടെൻസ്ഡ് ആവുകയും വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെയധികം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ വളരെയധികം അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ്. അതാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ ഏറെ ഇഷ്ടം അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു കാർഡ് നമുക്ക് ചാടുവാണ് കിട്ടിയിട്ടുണ്ട്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. നിങ്ങൾ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങൾ എന്നുള്ള ഒരു കാര്യം. ലവ് മീ, ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ എന്നോട് ചോദിക്കുന്നുള്ളൂ. എന്നെ സ്നേഹിക്കണം, ലവ് മീ, എന്നെ സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് വ്യക്തി പറയും. ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, ഇത് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. യെസ്, ഐ ആം ജെലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനിവൺ, യു ആർ മൈൻ. യെസ്, ഈ ഒരു സമയത്ത് അവർ പറയുകയാണ് ഞാൻ വളരെയധികം
അസൂയുള്ള ഒരാളാണ്. കാരണം ഞാൻ നിങ്ങളെ ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. നിങ്ങൾ എൻ്റേത് മാത്രമാണ്, നീ എൻ്റേത് മാത്രമാണ്, ആരുമായിട്ട് നിന്നെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിന്റെ സ്നേഹം പങ്കുവെച്ച് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അസൂയുള്ള ആളാണ് എന്നീ വ്യക്തി പറയുന്നു. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, ഞാൻ ഒരു ശൂന്യമായ ആളാണ്, നീ ഇല്ല എങ്കിൽ ഞാൻ വെറും വട്ടപൂജ്യമാണ്. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. യെസ്, ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി മാറിയിരിക്കുന്നു. കാരണം ഒത്തിരി ഹാർഡ് ലെസൺസ്, ഒത്തിരി പാഠങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ വളരെയധികം മാറിയിരിക്കുന്നു എന്നൊരു കാര്യവും ഈ വ്യക്തി നിങ്ങളോട് പറയുക. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. യെസ്, നിങ്ങൾ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ് എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ മനസ്സിലായിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും അവർ പറയുകയാണ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ജസ്റ്റ് നമുക്ക് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്ന മെയ് മന്ത് ആണ്. മെയ് മാസം ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 1996 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. റെയിൻബോ സയൻസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. ഫോട്ടോഗ്രാഫി, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ ഫോട്ടോജനിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നവരുടെ ക്രേസ് ഉള്ളവരോ ഒക്കെ ആകാം എന്ന് വിചാരിക്കുന്നു. നമ്പർ 3 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഡേയ്സ് എന്ന് പറയുന്ന ഒരു 6 ഡേയ്സ് നമുക്കൊരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്പർ 7 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 38 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലെറ്റർ ടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എച്ച് 2004 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 2001 നമ്പർ 1 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്ലവേഴ്സ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫ്ലവേഴ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഫ്ലവറുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഗവൺമെൻറ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 weeks വീണ്ടും നമുക്ക് ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 1993 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1996 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം, നല്ല പടം വരയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ആർട്ടുകൾ ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആകാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ആർട്ടിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫുട്ബോൾ കളിയൊക്കെ കാണാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരോ കളിക്കുന്നവരോ ഒക്കെ ആകാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ 1979 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. ടെക് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ടെക് പരമായ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 31 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് എറണാകുളം ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്പർ 4 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 13 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജൂൺ മന്ത് വീണ്ടും നമുക്കൊരു പോസിബിലിറ്റിയാണ്. ജൂൺ മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പർപ്പിൾ കളറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ഈ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.